എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്ന ഇലകളുണ്ട്. ആ ഇല 2 ഇല എടുത്തിട്ടുണ്ട്. ഞാൻ 10 ഇലകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് തഴുതാമ എന്ന് പറഞ്ഞ ഇല. അതാണ് തഴുതാമ. അത് നല്ലപോലെ പറിച്ച് അതിൻ്റെ അഴുക്കെല്ലാം കഴിഞ്ഞ് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. തഴുതാമ ഇലയും കുമ്പളത്തിൻ്റെ ഇലയും, കുമ്പളത്തിൻ്റെ കിളുന്നില, കുമ്പളത്തിൻ്റെ കിളുന്നിലയായിരുന്നു. ഇത് രണ്ടും കൂടി ഇട്ടാൽ ഞാൻ ഇന്ന് തോരൻ വെക്കാൻ പോകുന്നത്. അതിന് ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിനുള്ള തേങ്ങ, വെളുത്തുള്ളി, ജീരകം, ത്തിനുള്ള മഞ്ഞൾപ്പൊടി, തേങ്ങയ്ക്കകത്തിട്ട് ചതയ്ക്കാനാണ്. തേങ്ങ ചതയ്ക്കുമ്പോൾ അതിന് കൂട്ടത്തിടാണ് ആവശ്യം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ ഇതെല്ലാം കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇനി അരിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഇത് അരിഞ്ഞ് കുരുകുരാന്ന് അരിയണം. നമുക്കിത് തഴുതാമയിലയും പിന്നെ കുമ്പളത്തിൻ്റെ ഇലയും കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇത് തോരൻ വെക്കാനാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് തോരൻ കർക്കിടക മാസത്തിൽ 10 ഇല ഇട്ട് തോരൻ വെക്കും. അതിൽ ഈ 2 ഇലയാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. എനിക്ക് 2 ഇല കിട്ടിയുള്ളൂ. മത്ത ഇല, കുമ്പളത്തിൻ്റെ ഇല, തഴുതാമ ഇല, മടന്ത ചേമ്പിൻ്റെ ഇല, ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടി ഇട്ടാണ് എല്ലാം കർക്കിടക മാസത്തിൽ നമ്മൾ തോരൻ വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ ഇത് അരിഞ്ഞിട്ട് കാണിക്കാം. ഇടാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് കുടുംബം ഇട്ടു. അതിനകത്തിലോട്ട് 5-6 അരിയാണ് ഇടുന്നത് കടു വറക്കാൻ. ജീരകം കൂടി കടു വറക്കുന്നതിനകത്ത് ഇട്ട് 3 ഇപ്പോൾ കരിയാപ്പില ഇട്ട് കടു വറക്കാം. അരിഞ്ഞ് വെച്ച് കുമ്പളത്തിൻ്റെ ഇല അരിഞ്ഞതാണ്. ഇങ്ങനെയാണ് അരിഞ്ഞിട്ട് ഇങ്ങനെ വലുതായിട്ട് അരിഞ്ഞിരിക്കുന്നതെന്ന് വേവുമ്പോൾ ഇതങ്ങ് ഞങ്ങൾ ഇതാകും. ഇതേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഒത്തിരി ചെറുതാക്കണ്ട. ഇതുപോലെ അരിഞ്ഞാൽ മതി. അടുത്ത മടന്തയുടെ ഇല, തഴുതാമയുടെ ഇല കൂടി ഇടുവാണ്. രണ്ടും കൂടെ നല്ലപോലെ ഇളക്കണം. തഴുതാമയിലും കുമ്പളത്തിൻ്റെ ഇലയും കൂടെ നല്ലപോലെ ഇളക്കി അരപ്പം കൂടി ഇടുവാണ്. തേങ്ങായും എല്ലാം കൂടെ ചേർക്കുക. ഇത് അടച്ച് വെച്ചാൽ അങ്ങ് ആളിമാരിയിരിക്കും. ഇങ്ങനെ തുറന്ന് തന്നെ വെച്ച് ഇളക്കി തോർത്തി എടുക്കാം നമുക്ക്. ഇനി ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പൂടെ, ഒത്തിരി ഉപ്പൊന്നും വേണ്ട. ഇതങ്ങ് അവിയുമ്പോൾ ഇച്ചിരി ആകും. അതുകൊണ്ട് കുറച്ച് ഉപ്പൊക്കെ ചേർക്കാൻ മതി. വേണ്ട. ഇപ്പം തന്നെ മുമ്പ് നമ്മൾ ഒത്തിരി ഇല്ലാതെ നമ്മൾ അരിഞ്ഞപ്പോൾ ഇപ്പം തന്നെ ഇത്രയായില്ല. ഇങ്ങനെ ഒന്ന് വെച്ച് ഇളക്കി ഇത് വേവിച്ചെടുക്കാം. അടച്ച് വെക്കുകയും വേണ്ട. വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് നല്ല ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ്. ഈ തഴുതാമയിലയും കുമ്പളത്തിൻ്റെ ഇല. കുമ്പളമാണെങ്കിൽ ചെറിയ നമ്മുടെ നെയ്ക്കുമ്പളങ്ങ ഉണ്ട്, അതിൻ്റെ ഇലയാണ് ഞങ്ങൾ പറിച്ചെടുത്തിരിക്കുന്നത്. ചെറിയ കൊച്ചു കുമ്പളങ്ങ ഉണ്ട്, നെയ്ക്കുമ്പളങ്ങ. അത് നല്ല മരുന്നാണ് നെയ്ക്കുമ്പളങ്ങ. എല്ലായിടത്തും ഉണ്ട്. അത് ഇപ്പം കാണാൻ കുറവ്. എന്നാലും ഇപ്പം ഈ ഓണ സീസൺ ആകുമ്പോൾ എല്ലായിടത്തും മിക്കവാറും കാണും. അത് അതിൻ്റെ ഇലയാണ്, അതിൻ്റെ കിളുന്നിലയാണ് പറിച്ചെടുത്തിരിക്കുന്നത്. നമ്മുടെ തഴുതാമയും കുമ്പളത്തിൻ്റെ ഇലയും കൊണ്ടുള്ള തോരന് റെഡിയായി. ഇതിങ്ങനെ അടച്ചു വെക്കണം. ഞാൻ പറഞ്ഞില്ലേ, അടച്ചു വെച്ചാൽ ഇതങ്ങ് അത്രയും സാധനം നമ്മൾ അരിഞ്ഞപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഇത് വെന്ത് വരുമ്പം ഇത് കുറച്ചേ കാണത്തുള്ളൂ. തന്നെ വേണ്ട. ഇപ്പം അങ്ങ് അവിഞ്ഞു. ഇങ്ങനെ ഞാൻ അടച്ചും വെച്ചില്ല. അടച്ചു വെച്ച് വേവിച്ച ഇതങ്ങ് കുഴഞ്ഞ പോലെ ഇരിക്കും. എന്നിട്ട് തന്നെ അതിൻ്റെ കുഴഞ്ഞ പോലെ ആയിരിക്കും. ഏറ്റവും നല്ല സാധനമായത് ഈ കർക്കിടക മാസങ്ങളിലൊക്കെ കൂട്ടാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുള്ളിടത്ത് നമ്മുടെ അയ്യത്തൊക്കെ കാണും ഈ തഴുതാമ ഇലയൊക്കെ. കുമ്പളത്തിൻ്റെ ഇലയും ഉള്ളവർ കാണും. കുമ്പളമൊക്കെ വളർത്തുന്നവർ കാണും. അവിടുന്ന് ഇല കുറച്ചെന്തോ തോരൻ വെച്ച് നോക്കണം. നല്ല ഔഷധ ഗുണമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം. കമൻറ്റ് ഉണ്ടെങ്കിൽ അത് പറയണം. സബ്സ്ക്രൈബ് ചെയ്യണം.